ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യേശു കർത്താവിനെ കൊന്നുകളഞ്ഞ ആളുകളോട് യെരുശലേം പട്ടണത്തിൽ നിന്നുകൊണ്ട്, യെരുശലേം ദേവാലയത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ടും ശിഷ്യന്മാർ വിളിച്ചു പറയുകയാണ്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും താൻ പിതാവായ ദൈവത്തിന്റെ അരികിലേക്ക് കടന്നുപോയെങ്കിലും താൻ വീണ്ടും ഭൂമിയിൽ മടങ്ങി വരുമെന്നും അറിയിച്ചുകൊള്ളുന്നു. ആ കേൾവികൾ യേശുവിനെ കൊന്നുകളയുന്നവരുടെ കാതുകൾക്കകത്ത് ചെന്ന് കയറിയപ്പോൾ അതവരെ വളരെയധികം ഭീതിയിലാക്കി കളയുകയും ചെയ്തു. എന്നാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പിൻ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താണ്? അവൻ പോയതുപോലെ മടങ്ങി വരുമെന്ന സന്ദേശമാണ്. ഈ സന്ദേശത്തിനകത്ത് ആഴമേറിയ ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെടുത്തിയ ചില അടയാളങ്ങൾ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും യെരുശലേമിലെ പ്രഭാഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ അടയാളങ്ങൾ എന്ന് പറയുന്നു. സകല ജഡത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് വരും. പുത്രന്മാരും പുത്രിമാരും ഒക്കെ പ്രവചിക്കും. യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലിലും ഒക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവുണ്ടാകും. അവരും പ്രവചിക്കുവാൻ ഇടയായിത്തീരും. ആകാശത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ വ്യത്യസ്തമായ പ്രതിഭാസങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ അടയാളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നും ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തി ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യവർഗത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും, എന്നാൽ യഹൂദന്മാരായ ആളുകൾ, പരീശന്മാരായ ആളുകൾ, ചുങ്കക്കാരായ ആളുകൾ യേശു കർത്താവിനെ കൊന്നുകളയുവാൻ രാജാക്കന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അധ്വാനിക്കുവാൻ ഇടയായിത്തീർന്നു എന്നും ആ തലങ്ങളിൽ യേശുവിനെ അവർക്ക് കൊന്നുകളയുവാൻ കഴിഞ്ഞു എന്ന യഥാർത്ഥമാണ്. അതിനപ്പുറം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുക്രിസ്തു പിതാവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്നും തന്നിൽ വിശ്വസിക്കുന്ന തന്റെ കാന്തയെ, തന്റെ ജനത്തിനെ ചേർക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് മടങ്ങി വരുമെന്നും ആ വരവിന്റെ കാലഘട്ടത്തിൽ ലോകത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങൾ ഇതാണെന്നും ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ യേശു കർത്താവിന്റെ മടങ്ങിവരവ് അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും നമ്മെ തന്നെ വിനയപ്പെടുത്തിയും സമർപ്പിച്ചുകൊണ്ടും കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുവാനും കർത്താവിന്റെ നാളിൽ ഇടക്കപ്പെടുന്നവരായി തീരേണ്ടതിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവകൃപാലുവായ ദൈവം എന്നെ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമായ നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ 2-ാം വരവിനെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്ക തലങ്ങളിൽ ഈ ലോകത്തിൽ മനുഷ്യൻ പ്രകൃതിയിലുമൊക്കെ നടക്കാൻ പോകുന്ന പ്രതിഭാസങ്ങൾ കണ്ടിട്ട് യേശു കർത്താവിന്റെ മടങ്ങിവരവന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടും
യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുവാനും അധികം ഞങ്ങൾ വിശ്വസ്തരായി തീരുവാനും ഞങ്ങൾ മുന്നോട്ട് പോകാനും ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവം അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.